ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ ഫീറ്റൽ സർക്കുലേഷനെ പറ്റിയിട്ടാണ് പഠിക്കാൻ പോകുന്നത്. ഈ ഒരു ഫീറ്റൽ സർക്കുലേഷനിലുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് പ്ലാസന്റയും കോഡും, അംബിലിക്കൽ കോഡ്. ഈ ഒരു അംബിലിക്കൽ കോഡില് 2 അംബിലിക്കൽ ആർട്ടറിയും 2 അംബിലിക്കൽ വെയിനും ഉണ്ടാകും 4ാമത്തെ മാസം വരെ. അതിനുശേഷം ഈ ഒരു 2 അംബിലിക്കൽ വെയിനിൽ നിന്ന് ഒരു അംബിലിക്കൽ വെയിന് ഡിസപ്പിയർ ആകും. അപ്പോഴുള്ളത് ഒരു അംബിലിക്കൽ വെയിനും 2 അംബിലിക്കൽ ആർട്ടറിയും ആയിരിക്കും. ഓക്കെ, ഇത് വെച്ചിട്ടാണ് നമ്മൾ ഫീറ്റൽ സർക്കുലേഷൻ പഠിക്കാൻ പോകുന്നത്. ഈ ഒരു അംബിലിക്കൽ വെയിനാണ് ശുദ്ധമായിട്ടുള്ള രക്തം, ഓക്സിജനേറ്റഡ് ബ്ലഡിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ഓക്കെ, അപ്പോൾ അംബിലിക്കൽ വെയിൻ എന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അംബിലിക്കൽ വെയിന് നേരെ പോകും, നമ്മുടെ കരള് വഴി പാസ് ചെയ്തിട്ട് 2ആയിട്ട് ഡിവൈഡ് ചെയ്യും, 2 ബ്രാഞ്ചസ് ആകും. അതിലൊരു കുഞ്ഞു ബ്രാഞ്ച് ഹെപ്പാറ്റിക് പോർട്ടൽ വെയിനുമായിട്ട് മേർജ് ചെയ്തിട്ട് അവിടെ ലിവറിന് സപ്ലൈ കൊടുക്കും, ബ്ലഡ് സപ്ലൈ കൊടുക്കും. അതിനുശേഷം വരുന്ന ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ഉണ്ടാകുമല്ലോ, അത് ഇൻഫീരിയർ വീന കാവയായിട്ട് ജോയിൻ ചെയ്യും. ഇനി അത് അവിടെ വെക്കുക. ഇനി നമ്മൾ വീണ്ടും നമ്മുടെ ലിവറിന്റെ അടുത്ത് വെച്ച് ഈ ഒരു അംബിലിക്കൽ വെയിന് 2ആയിട്ട് തിരിഞ്ഞല്ലോ, അതിൽ മറ്റൊരു വലിയൊരു ഭാഗം ഇൻഫീരിയർ വീന കാവയിലേക്ക് ഡയറക്റ്റ്ലി മേർജ് ആകും. ആ ഇൻഫീരിയർ വീന കാവയായിട്ട് കണക്ട് ആകും. ആ കണക്ട് ആകുന്ന സ്ഥലത്തിനെയാണ് ഡക്ടസ് വീനോസസ് എന്ന് വിളിക്കുന്നത്. അതായത് ഈ ഒരു അംബിലിക്കൽ വെയിൻ ഒരു വെയിനാണ്, ഇൻഫീരിയർ വീന കാവ എന്ന് പറയുന്നതും ഒരു വെയിനാണ്. അപ്പോൾ ഡക്ടസ് വീനോസസ് എന്ന് ഇതിനെ വിളിക്കും. അപ്പോൾ ഈ ഒരു കോഡ് ക്യാരി ചെയ്യുന്ന അല്ലെങ്കിൽ അംബിലിക്കൽ വെയിന് ക്യാരി ചെയ്യുന്ന ഓക്സിജനേറ്റഡ് ബ്ലഡും ഈ ഒരു ഇൻഫീരിയർ വീന കാവ ക്യാരി ചെയ്യുന്ന ഡീഓക്സിജനേറ്റഡ് ബ്ലഡും കൂടി മിക്സ് ആകും. ഇത് രണ്ടും കൂടിയിട്ട് നേരെ ഹൃദയത്തിലേക്ക് പോകും. ഈ ഒരു പോകുന്ന വഴിയിൽ നമ്മൾ നേരത്തെ നോക്കിയല്ലോ, ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ഫ്രം ലിവർ, കരളിന്ന് വരുന്ന ഡീഓക്സിജനേറ്റഡ് ബ്ലഡ്, അത് ഇതുമായിട്ട് മിക്സ് ആകും. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് ഹൃദയത്തിന്റെ റൈറ്റ് ഏട്രിയത്തിലേക്ക് കടക്കും. ഓക്കെ, റൈറ്റ് ഏട്രിയത്തിലേക്ക് കടക്കും. ഇത് സാധാരണഗതിയിൽ നമ്മൾ അഡൾട്ട്സിലൊക്കെ റൈറ്റ് വെൻട്രിക്കിളിലേക്കാണ് പോകുന്നത്. പക്ഷെ ഫീറ്റസിലാണെങ്കിൽ ഈ ഒരു രക്തത്തിന്റെ ഭൂരിഭാഗവും ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് പോകും. ഓക്കെ, ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക്, റൈറ്റ് ഏട്രിയത്തിൽ നിന്ന് ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് പോകും. ഈ ഒരു പോകുന്ന വഴിയാണ് ഫോറാമൻ ഓവലെ. ഫോറാമൻ ഓവലെയാണ് ഇതിനെ കണക്ട് ചെയ്യുന്നത്. ഈ ഒരു റൈറ്റ് ഏട്രിയത്തിലേക്ക് ഈ ഒരു ഇൻഫീരിയർ വീനക്കാവ മാത്രമല്ല, സുപ്പീരിയർ വീനക്കാവ കൂടി ഈ ഒരു അശുദ്ധ രക്തം കൊണ്ടുവരും. ഈ ഒരു ടോട്ടൽ രക്തത്തിന്റെ 75% റൈറ്റ് ഏട്രിയത്തിൽ നിന്ന് ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് കടക്കും. ബാക്കി വരുന്ന 25% മാത്രമാണ് റൈറ്റ് ഏട്രിയത്തിൽ നിന്ന് റൈറ്റ് വെൻട്രിക്കിളിലേക്ക് പോകുന്നത്. നമുക്കിനി ലെഫ്റ്റ് ഏട്രിയത്തിൽ നിന്ന് എന്ത് സംഭവിക്കും നോക്കാം. ഈ ഒരു ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് 75% ഈ ഒരു രക്തം കടക്കും. അതുകൂടാതെ ലങ്സിൽ നിന്ന് വരുന്ന അശുദ്ധ രക്തം കൂടി ഈ ഒരു ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് കടക്കും. ഇനി ഇതൊക്കെ കൂടിയിട്ട് ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക് പോകും. ആ ഒരു ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് അയോട്ട വഴി മുന്നോട്ടേക്ക് പോകുക ചെയ്യുക. അതായത് അസെൻഡിങ് അയോട്ടയിലേക്കാണ് ഈ ഒരു രക്തമൊക്കെ കടക്കുന്നത്. ഈ ഒരു അസെൻഡിങ് അയോട്ടയുടെ ബ്രാഞ്ചസ് ഹേർട്ട്, ഹെഡ്, നെക്ക്, ബ്രെയിന്, ആംസ് തുടങ്ങിയവയ്ക്ക് രക്തം സപ്ലൈ ചെയ്യും. അതിനുശേഷം വരുന്ന ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ആണ് സുപ്പീരിയർ വീനക്കാവ വഴി നമ്മൾ നേരത്തെ നോക്കിയല്ലോ, റൈറ്റ് ഏട്രിയത്തിലേക്ക് കടക്കുന്ന ബ്ലഡ് ഉണ്ടല്ലോ, അത് വരുന്നത്. ആ ഒരു ടൈമിലാണെങ്കിൽ റൈറ്റ് ഏട്രിയത്തിലെത്തുന്ന ഇൻഫീരിയർ വീനക്കാവയുടെയും സുപ്പീരിയർ വീനക്കാവയുടെയും രക്തം കലർന്നതിൽ 75% ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് ഫോറാമൻ ഓവലെ വഴി പോകും. ബാക്കി വരുന്ന 25% റൈറ്റ് ഏട്രിയത്തിൽ നിന്ന് റൈറ്റ് വെൻട്രിക്കിളിലേക്ക് പോകും. ഇങ്ങനെ റൈറ്റ് വെൻട്രിക്കിളിലേക്ക് എത്തുന്ന 25% രക്തം ലങ്സിലേക്കാണ് പോകുന്നത്. ഓക്കെ, ഈ ഒരു അമ്മയുടെ ഗർഭപാത്രത്തിലുള്ള കുട്ടി, അതായത് ഫീറ്റസിന്റെ ലങ്സ് മുഴുവൻ ഫ്ലൂയിഡ് ആയിരിക്കും. കാരണം ഈ ഒരു കുട്ടി കിടക്കുന്നത്, ഫീറ്റസ് കിടക്കുന്നത് ഈ ഒരു അമ്മയുടെ അമ്നിയോട്ടിക് ഫ്ലൂയിഡിലാണല്ലോ. അതുകൊണ്ട് തന്നെ ഫുള്ള് ഫ്ലൂയിഡ് ആയിരിക്കും. അതുകൂടാതെ പൾമോണറി ആർട്ടറിയിൽ മുഴുവൻ റെസിസ്റ്റൻസ് ആയിരിക്കും. കാരണം അത് ഭയങ്കരമായിട്ട് നേർത്തിട്ടായിരിക്കും. ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഈ ഒരു പൾമോണറി ആർട്ടറിയിലേക്ക് പോകുന്ന രക്തത്തിന്റെ ഏറ്റവും കൂടുതൽ ഭാഗം ഡക്ടസ് ആർട്ടീരിയോസസ് വഴി ഡിസെൻഡിങ് അയോട്ടയിലേക്ക് പോകും. അതായത് നേരത്തെ ഒരു അസെൻഡിങ് അയോട്ട വന്നല്ലോ, അത് പിന്നീട് നേരെ ഡിസെൻഡിങ് അയോട്ടയിലേക്ക് കൺവേർട്ട് ആകും. ആ ഒരു ഭാഗത്തേക്ക്, ഡിസെൻഡിങ് അയോട്ടയിലേക്ക് ഈ ഒരു പൾമോണറി ആർട്ടറിയിൽ നിന്ന് വരുന്ന ഒരു ഇത് കണക്ട് ആകും. ഈ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് 2 ആർട്ടറീസ് തമ്മിലുള്ള ഒരു കണക്ഷൻ ആണല്ലേ, അതുകൊണ്ട് തന്നെ അതിനെ ഡക്ടസ് ആർട്ടീരിയോസസ് എന്ന് വിളിക്കും. അങ്ങനെ ആ ഒരു രക്തം ഈ ഒരു അയോട്ടയിലേക്ക്, ഡിസെൻഡിങ് അയോട്ടയിലേക്ക് പോകും. പിന്നെ ബാക്കി വരുന്ന കുഞ്ഞു ഭാഗമാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക് വരുന്നത്, ലങ്സിൽ നിന്ന് ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക് വരുന്നത്.
ആ ഒരു ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് എല്ലാം കൂടിയിട്ട് അസെൻഡിങ് അയോർട്ടയിലേക്കും കടക്കുന്നത്. അങ്ങനെ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് വരുന്ന രക്തവും പിന്നെ ഈ ഒരു ലങ്സ് നിന്ന് വരുന്ന ആ ഒരു ഡക്ടസ് ആർട്ടീരിയോസസ് വഴി വരുന്ന ഡിസെൻഡിങ് അയോർട്ടയിലേക്ക് വരുന്ന രക്തവും എല്ലാം കൂടിയിട്ട് 2 അംബിലിക്കൽ ആർട്ടറി വഴി പ്ലാസന്റയിലേക്ക് എത്തും. അവിടുന്ന് ഈ ഒരു ഇത് വീണ്ടും ഓക്സിജനേറ്റഡ് ആയിട്ട് ആ ഒരു ഫീറ്റൽ സർക്കുലേഷൻ കണ്ടിന്യൂ ചെയ്യും. സോ ഇത്രയൊക്കെയാണ് ഫീറ്റൽ സർക്കുലേഷൻ എന്നുള്ള ഒരു ഭാഗം കേട്ടോ. നിങ്ങൾ ജസ്റ്റ് ഈ ഒരു വോയിസ് നമ്മുടെ ഡയഗ്രമായിട്ട് കമ്പയർ ചെയ്ത് പഠിക്കുമ്പോൾ ഈസി ആയിരിക്കും. നമ്മൾ ജസ്റ്റ് ഇത് കേൾക്കുമ്പോൾ ഭയങ്കര കൺഫ്യൂസിങ് ആയിരിക്കും. പക്ഷേ ഡയഗ്രമായിട്ട് വെച്ച് നോക്കി കമ്പയർ ചെയ്ത് പഠിക്കുമ്പോൾ സുഖമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കും. സോ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ഇഷ്യൂ ആയിട്ട് കാണുന്നത് വരെ സൈനിങ് ഓഫ്. ബൈ.